ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ വിലക്കിയതിൽ നിലപാട് തിരുത്തി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി. എംബസിയിലെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമപ്രവർത്തകർക്കും ക്ഷണം. വനിതാ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയുള്ള കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം വിവാദമാകുന്നതിനിടെയാണ് മന്ത്രിയുടെ തിരുത്ത്. അനുപമ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അനുപമ, നേരത്തെ വലിയ വിമർശനമുണ്ടായി, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമന്ത്രിക്കെതിരെ പോലും വിമർശനം ഉന്നയിച്ച സംഭവമാണ്. ഒടുവിൽ അഫ്ഗാനിസ്ഥാൻ തിരുത്തുകയാണ്. അതെ രജീഷ്, ഈ താലിബാൻ നയം ഇന്ത്യയിലും നടപ്പിലാവുന്നു, അതിന് കേന്ദ്ര സർക്കാർ മൗനാനുവാദം അല്ലെങ്കിൽ പ്രത്യക്ഷാനുവാദം തന്നെ കൊടുക്കുന്നു എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധം വിമർശനം കടുക്കുന്നതിനിടെയാണ് ഈ ഒരു നിലപാട് തിരുത്തൽ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അദ്ദേഹം ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആദ്യ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഈ വാർത്താ സമ്മേളനത്തിലായിരുന്നു വനിതാ മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടായത്. ഈ ഒരു നടപടിയിലാണ് ഈ വലിയ രീതിയിൽ വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് വിളിച്ചു ചേർത്ത ഇന്ത്യൻ എംബസിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് ക്ഷണം നൽകിയിരിക്കുന്നത്. ഈ ക്ഷണം സ്വീകരിച്ച് വനിതാ മാധ്യമപ്രവർത്തകർ പങ്കെടുക്കുമ്പോൾ എന്നതിലെല്ലാം ഇനിയും അവ്യക്തമാണ്. അതിൽ തീരുമാനങ്ങൾ ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുമ്പോഴാണ് നമുക്കതിൽ വ്യക്തത വരുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ വനിതാ മാധ്യമപ്രവർത്തകരുടെ സംഘടനയായിട്ടുള്ള എഡിറ്റേഴ്സ് ഗിൽഡിൻ്റെ ഇന്ത്യയും അതുപോലെ തന്നെ വിമൻസ് പ്രസ് കോർപ്പ് ഓഫ് ഇന്ത്യയൊക്കെ ഇതിൽ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാട് തിരുത്തലിനോട് എങ്ങനെയായിരിക്കും വനിതാ മാധ്യമപ്രവർത്തകരുടെ പ്രതികരണം എന്നുള്ളത് കണ്ട് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. രജീഷ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ വിമർശനമാണ് ഇക്കാര്യത്തിലുണ്ടായത്. പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി പറയുകയും അതുപോലെ തന്നെ ഈ നാരീശക്തിക്ക് വേണ്ടി ഘോരം പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഒരു താലിബാൻ നയം ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന വനിതാ മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്തുന്ന ഒരു തീരുമാനം ഉണ്ടായതിൽ എന്തുകൊണ്ട് മൗനം പാലിച്ചുവെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുകയും ഉണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് ഇത് താലിബാൻ അധികൃതർ സംഘടിപ്പിച്ച ഒരു വാർത്താ സമ്മേളനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രാലയത്തിൽ ഇതിൽ നേരിട്ട് പങ്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതെന്നാണ്. എന്തായാലും ഈ ഒരു വിവാദത്തിൽ ഒരു തിരുത്ത് വരികയാണ്, മാധ്യമപ്രവർത്തകർക്ക് ക്ഷണം വരികയാണ്. ശരി അനുപമ, എന്തായാലും ഒരു വലിയ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയത്തിലെങ്കിലും താലിബാൻ തിരുത്തലിന് തയ്യാറായിട്ടുണ്ട്. പക്ഷേ താലിബാനിലെ വിഷയങ്ങൾ അവിടെ നിൽക്കുകയാണ്. അവിടെയുള്ള വനിതകൾക്ക് സ്കൂളിൽ പോകാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കില്ല. കടയിൽ പോലും വനിതകൾക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യം നിലവിലുമുണ്ട്.